മക്കളെ, 5ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ 2024-25 വർഷത്തെ പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി നമ്പർ 1, ലുക്ക് അറ്റ് ദ ഇലിസ്ട്രേഷൻ ഗിവൻ ബിലോ. താഴെ തന്നിട്ടുള്ള ഇലിസ്ട്രേഷൻ നോക്കാനാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ചിത്രം തന്നിട്ടുണ്ടല്ലേ, ഇതിലൊരുപാട് ക്രിയേച്ചേഴ്സിനെയും ഒക്കെ നമുക്ക് കാണുന്നുണ്ട്. ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് സ്യൂട്ടബിൾ ടൈറ്റിൽസ് ഫോർ ദ ഫാക്ടേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചർ ആൻഡ് ക്ലാസിഫൈ ദം. അപ്പോൾ താഴെയുള്ളതിൽ ഏതെങ്കിലും രീതിയിൽ സബ് ടൈറ്റിൽ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്ക്, സോയിൽ, ഡ്രാഗൺ ഫ്ലൈ അല്ലെ. സോയിൽ എന്താണ്? ജീവനില്ലാത്തതാണ്. ഡ്രാഗൺ ഫ്ലൈ ജീവനുള്ളതാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കൊടുക്കാം? നോൺ ലിവിങ് തിങ്സും ലിവിങ് തിങ്സുമായിട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് എഴുതാം നോൺ ലിവിങ് തിങ്സ്, അതുപോലെ ലിവിങ് തിങ്സ്. ഓക്കെ, ഇനി സോയിലിൻ്റെ കൂടെ വേറെ എന്തൊക്കെ എഴുതി കൊടുക്കാം? വാട്ടർ, അതുപോലെ തന്നെ റോക്ക്. ഇനി ഡ്രാഗൺ ഫ്ലൈ അല്ലാതെ വേറെ ഏതൊക്കെ ഇതിൽ കാണുന്നത്? ക്രെയിന് കാണുന്നുണ്ട് അല്ലേ, അതുപോലെ തന്നെ ഫ്രോഗും കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. ഇനി ബി ചോദ്യം നോക്കൂ. പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് എനി വൺ ഓഫ് ദ ഓർഗാനിസം ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലെ ഏതെങ്കിലും ഒരു ഓർഗാനിസംസിൻ്റെ ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ഫുഡ് കാർഡ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാം? ഇപ്പോൾ ക്രെയിൻ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ക്രെയിനാണ് നമ്മൾ എടുക്കുന്നത്. ക്രെയിനിൻ്റെ ഫുഡ് എന്തൊക്കെയാണ്? ക്രെയിനിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് സ്മോൾ ഫിഷസ്, അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത് അല്ലേ. അതുപോലെ സ്മോൾ ക്രിയേച്ചേഴ്സിനെയും കഴിക്കാറുണ്ട്. ഫിഷസ് മാത്രമല്ല, സ്മോൾ ക്രിയേച്ചേഴ്സിനെയും കൂടെ കഴിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അവിടെ നിന്ന് എഴുതി കൊടുക്കുക മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി ക്രെയിൻ അല്ല, നമ്മൾ വേറെ ഏതെങ്കിലുമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. ഇനി ആക്ടിവിറ്റി നമ്പർ 2, മോസ്കിറ്റോസ് ബ്രീഡ് ഇൻ ദ stagnant water in the discarded bottles, കോക്കനട്ട് ഷെൽസ് ആൻഡ് പ്ലാസ്റ്റിക് കവേഴ്സ്. അപ്പോൾ മോസ്കിറ്റോക്കൊക്കെ എവിടെയാണ് ഈ കൊതുക് ഒക്കെ മുട്ടയിടുന്നതും വളരുന്നതൊക്കെ എവിടെയാണ്? ഈ ശൂന്യമായിട്ട് നമ്മൾ എറിയുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽസുകൾ, അതുപോലെ തന്നെ കോക്കനട്ട് ഷെല്ലുകൾ, പ്ലാസ്റ്റിക് കവേഴ്സ്, ഇതിലൊക്കെയാണ് അവ വളരുന്നത്. ചോദ്യം, സിറ്റുവേഷൻസ് ഇൻ വിച്ച് മോസ്കിറ്റോസ് ബ്രീഡ് ഈസ് ഗിവൺ എബവ്. എന്താണ്, എങ്ങനെയാണ് മോസ്കിറ്റോസ് ബ്രീഡ് ഉണ്ടാവുന്നത് എന്നതിൻ്റെ സിറ്റുവേഷനാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് എനി സിമിലർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് 2 വെക്ടേഴ്സ് ബ്രീഡ്. അപ്പോൾ ഇതുപോലെ തന്നെ മറ്റുള്ള ഏതെങ്കിലും വെക്ടേഴ്സൊക്കെ ബ്രീഡ് ചെയ്യുന്നത് ഏതെങ്കിലും 2 എഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ്? മോസ്കിറ്റോസ് മാത്രമാണ് ഇങ്ങനെ ബ്രീഡ് ചെയ്യുന്നത്? അല്ല, റാറ്റ് ഇത്തരത്തിൽ തന്നെയാണ് ബ്രീഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹൗസ് ഫ്ലൈയും ഇതുപോലെ തന്നെയാണ്. ഇനി റൈറ്റ് 2 പ്രിക്വേഷൻസ് ടു അവോയ്ഡ് മോസ്കിറ്റോ ബൈറ്റ്. മോസ്കിറ്റോ ബൈറ്റ് തടയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും 2 പ്രിക്വേഷൻസ് എഴുതാനാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് മോസ്കിറ്റോ ബാറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മോസ്കിറ്റോ ബാറ്റ്. അതുപോലെ തന്നെ കീപ് ഡോർ ക്ലോസ്ഡ് ഇൻ ദ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ എന്താണ്? ഡോറും വിൻഡോസൊക്കെ ക്ലോസ് ചെയ്യുക എന്നുള്ളതും ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യം നോക്കൂ, സി ആണ്. ലുക്ക് അറ്റ് ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് ഗിവൺ ബിലോ. താഴെയുള്ളത് എന്താണ്? ഓരോ ഡിസീസസും എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഇതിൽ ചൂസ് ദ റൈറ്റ് വൺസ്. ഇതിൽ റൈറ്റ് വൺ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഏതാണ് ശരിയായിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് തിരഞ്ഞെടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിട്ടുള്ളത് നോക്കൂ. ഏതൊക്കെയാണ്? ട്യൂബർകലോസിസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ദ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എയർ. ട്യൂബർകലോസിസ് എന്ന് പറയുന്നത് എയറിലൂടെ വളരുന്നതാണ്. അതെന്താണ്? അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി വോം ഡിസീസസ് ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഫുഡിലൂടെയാണ് വോം ഡിസീസസ് വരുന്നത്. അത് ശരിയല്ല. ഇനി ലെപ്രോസി ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഹ്യൂമൻ ബീയിങ്സ്. അപ്പോൾ ലെപ്രോസി എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്ങിലൂടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അതും ശരിയാണ്. ഡെങ്കി ഫീവർ ട്രാൻസ്മിറ്റഡ് ത്രൂ കണ്ടെയ്ൻഡ് വാട്ടറിലൂടെയാണ് ഡെങ്കി ഫീവർ വരുന്നത്. കണ്ടെയ്ൻഡ് വാട്ടറിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല, എന്താണ്? മോസ്കിറ്റോസ് വഴിയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലെ 1, 3 ശരിയായിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം, 4ാമത്തേതാണ്. ഒബ്സർവ് ഫുഡ് വെബ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള ഫുഡ് വെബ് നമ്മുടെ അടുത്തൊന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. എന്നിട്ട് ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് റൈറ്റ് എനി 2 ഫുഡ് ചെയിൻസ് ഫ്രം ഫുഡ് വെബ് ഈസ് ഗിവൺ എബോ. മേലെ കൊടുത്തിട്ടുള്ളതിൽ ഏതെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് 2 ഫുഡ് ചെയിൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് എന്ത് എഴുതാം? ഗ്രാസ് വഴി എഴുതാം അല്ലേ. ഗ്രാസ്, ഫ്രോഗ്, സ്നേക്ക്,
വൾച്ചർ. ഇനി മറ്റൊന്ന് നോക്കൂ, മറ്റൊന്ന് നമുക്ക് പ്ലാന്റ്, വോമ്, ഫ്രോഗ്, സ്നേക്ക്, വൾച്ചർ, ഇങ്ങനെയും എഴുതാൻ വേണ്ടി പറ്റും. ഇനി അടുത്തത് വിച്ച് വൺ ഈസ് ദ ഫസ്റ്റ് ഇങ്ക് ഇൻ എ ഫുഡ് ചെയിൻ. ഫുഡ് ചെയിനിലെ ഫസ്റ്റ് ഇങ്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലിങ്ക് എന്ന് പറയുന്നത് ഏതാണ്? എപ്പോഴും എന്താണ്? ഗ്രാസ് അല്ലെങ്കിൽ പ്ലാന്റ് ആവും അല്ലേ? അപ്പോൾ ഒരു പ്ലാന്റ് ആയിരിക്കും എപ്പോഴും ഫസ്റ്റ് ലിങ്കായിട്ട് വരുന്നത്. സി ചോദ്യം, വാട്ട് ആർ ദ പ്രോബ്ലംസ് കോസ്ഡ് ടു എൻവയോൺമെൻറ്റ് ബൈ ഡിസപ്പിയറൻസ് ഓഫ് സ്നേക്ക് ഫ്രം ദ ഫുഡ് വെബ് ഗിവൺ ഹിയർ. അപ്പോൾ ഇതിൽ സ്നേക്ക് ഇല്ലാതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ് ഉണ്ടാവുക? സ്നേക്ക് ഇല്ലാതായി കഴിഞ്ഞാൽ ഫ്രോഗ്, റാറ്റ് എന്നിവയൊക്കെ സ്പ്രെഡ് ചെയ്യും അല്ലേ? ഫ്രോഗ്, റാറ്റ് എന്നിവ സ്പ്രെഡ് ചെയ്യും. ഫ്രോഗ്, റാറ്റ് സ്പ്രെഡ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ആവും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അത് മാത്രമല്ല, ഇത് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അവിടെ വൾച്ചർ എന്താവും? വൾച്ചറിനൊന്നും തിന്നാണ്ടാവില്ലല്ലോ. അപ്പോൾ വൾച്ചറൊക്കെ ഡിസപ്പിയർ ആവുകയും ചെയ്യും. ഓക്കെ. റാറ്റ്, ഫ്രോഗ് ഫേസ് ഷോർട്ടേജ് ഓഫ് ഫുഡ്. അപ്പോൾ ആ ഫുഡിൻ്റെ ഇല്ലാത്ത കാരണം വൾച്ചർ അങ്ങനെയുള്ള അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഈഗിള്, വൾച്ചർ പോലെയുള്ളതൊക്കെ ഡിസപ്പിയർ ആവുകയും ചെയ്യും. ഇതൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് കൂടുതലായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താവും? അവിടെ പാഡി അല്ലെങ്കിൽ വയലിലൊക്കെ ആണെങ്കിൽ അവിടുത്തെ ക്രോപ്സും കാര്യങ്ങളൊക്കെ അവർ തിന്നും അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്കൂ. 4ാമത്തെ ആക്ടിവിറ്റിയാണ് ഒബ്സർവ് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ലീവ്സ് ഇൻ ദ പ്ലാന്റ് ഗിവൺ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലെ ഈ ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എന്ന് നോക്കാം. നെയിം 2 അതർ പ്ലാന്റ്സ് ഇൻ വിച്ച് ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം മാനർ. ഇതേപോലെയുള്ളത് ഏതൊക്കെയാണുള്ളത്? ചിത്രം നോക്കൂ. ഇതേപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ ഏതൊക്കെയാണ്. ഒന്ന് തുളസി ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് തുളസിക്കുള്ളത്. അതുപോലെ തന്നെ തെച്ചി ഇത്തരത്തിലുള്ളതാണ്. ഗുവാവയും ഇത്തരത്തിലുള്ളതാണ്. ഇനി വാട്ട് അഡ്വാൻറ്റേജസ് ടു പ്ലാന്റ്സ് ഗെറ്റ് ഫ്രം ദിസ് കൈൻഡ് ഓഫ് എൻ അറേഞ്ച്മെൻറ്റ്. ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവർക്ക് എന്താണ് കിട്ടുന്നത്? അവർക്ക് മാക്സിമം സൺലൈറ്റ് അവർക്ക് കിട്ടും. ഓക്കെ, മാക്സിമം സൺലൈറ്റ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്തത് ഇതിലെ സി ചോദ്യമാണ്. അടുത്തത് ദ ഇലിസ്ട്രേഷൻ ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ്സ് ദ കോമ്പണൻസ് നീഡഡ് ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന് ആവശ്യമായിട്ടുള്ള കോമ്പണൻസിൻ്റെ ഇൻഡിക്കേഷൻസ് ആണ് ഇലിസ്ട്രേഷനിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ എ, ബി, സി, ഡി, ഇ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കൂ. എ എന്ന് പറയുന്നത് എന്താണ്? ഇത് സണ്ണാണല്ലേ. സണ്ണിൽ നിന്നും ഇങ്ങോട്ട് വരുന്നത് സൺലൈറ്റ് ആണ്. അപ്പോൾ അവിടെ എന്ത് എഴുതണം? സൺലൈറ്റ് എന്ന് എഴുതി കൊടുക്കുക. സൺലൈറ്റ്. ഇനി അടുത്ത ബി നോക്കൂ. ബി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതാണല്ലേ. അങ്ങോട്ട് പോകുന്നത് എന്താണ്? ഓക്സിജൻ ആണ്. അല്ല, ഇങ്ങോട്ട് വരുന്നതാണ്. അപ്പോൾ അവിടെ എന്താണ്? ഓക്സിജൻ ആണല്ലേ. അപ്പോൾ ഓക്സിജൻ എന്ന് വരും. ഇനി സി നോക്കൂ. സി എന്താണ്? സി എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി അടുത്തത് ഇതെന്താണ്? ഈ പേരിലുള്ളത് എന്തൊക്കെയാണ്? വാട്ടർ ആൻഡ് മിനറൽസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് എഴുതും? വാട്ടർ ആൻഡ് മിനറൽസ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് നോക്കാം. 5ാമത്തെ ആക്ടിവിറ്റിയാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. 2 children had a mingled fully with a child who is affected with contagious fever. എന്താണ്? ഒരു കുട്ടിക്ക് നല്ല ഫീവർ ആണല്ലേ. ഓൺലി 1 child got affected with the fever. ഒരു കുട്ടിക്ക് മാത്രമാണ് ഫീവർ ഉള്ളത്. മറ്റൊരു കുട്ടിക്ക് എന്താണ് അത്രത്തോളം പ്രശ്നമൊന്നുമില്ല. ബട്ട് അതർ ചൈൽഡ് വാസ് എഫക്റ്റഡ്. വൈ? എന്തുകൊണ്ടാണ് മറ്റേ കുട്ടിക്ക് അത്രയും എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ആ കുട്ടിക്ക് ദാറ്റ് ചൈൽഡ് ഹാവ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് പാത്തോജൻ. ആ പാത്തോജന് എഗെയിൻസ്റ്റ് ആയിട്ട് അതിന് പ്രവർത്തിക്കാനുള്ള ഇമ്മ്യൂണിറ്റി ആ കുട്ടിക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ, നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആ കുട്ടിക്ക് ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്നുള്ള പോയിൻ്റാണ് നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്തിട്ട് എഴുതേണ്ടത്. അടുത്ത ചോദ്യം കംപ്ലീറ്റ് ദ ടേബിൾ എന്നുള്ളതാണ്. BCG എന്ന് പറയുന്നത് ഏത് ഡിസീസുമായി ബന്ധപ്പെട്ടതാണ്? ട്യൂബർകലോസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ട്യൂബർകലോസിസ്. അടുത്തതെന്ന് പറയുന്നത് പോളിയോ വാക്സിൻ എന്താണ്? പോളിയോയുമായി ബന്ധപ്പെട്ടതാണ്. ഇനി MR വാക്സിൻ എന്ന് പറയുന്നത് മീസിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മീസിൽസ് അല്ലെങ്കിൽ റുബല്ല. ഇനി അടുത്തത് വിച്ച് വാക്സിൻ ഈസ് ടു ബി ടേക്കൻ അറ്റ് ദ ഏജ് ഓഫ് 10. 10 വയസ്സായി കഴിഞ്ഞാൽ എടുക്കുന്നത് ഏതാണ്? ടെറ്റാനസ് ആണ്. ഓക്കെ, ടെറ്റാനസ് വാക്സിൻ ആണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലെ 6ാമത്തെ ആക്ടിവിറ്റിയിലേക്കാണ് കടക്കാനുള്ളത്.
6 ഒബ്സർവ് ദ പിക്ചർ. ഇവിടെ എന്താണ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ നെയിം ദ പ്ലാന്റ് വിച്ച് ഗ്രോസ് ക്ലിഞ്ചിങ് ടു ദ ബ്രാഞ്ച് ഓഫ് ദ മാംഗോ ട്രീ. മാംഗോ ട്രീൻ്റെ മീതൊക്കെ ഇതേപോലെ പിടിച്ചു കയറുന്ന ആ ഒരു പ്ലാന്റിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ കോമൺ നെയിം ഓഫ് സച്ച് പ്ലാന്റ്സ്. അതിൻ്റെ കോമൺ നെയിം എന്താണെന്നും എഴുതണം. അപ്പോൾ ഇത് ഏതാണ്? ഇത് വാണ്ടയാണല്ലേ. അപ്പോൾ വാണ്ട എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. വാണ്ട. ഇതിൻ്റെ കോമൺ നെയിം എന്താണ്? ഇത് എപ്പിഫൈറ്റിസ് ആണ്. ഓക്കെ, എപ്പിഫൈറ്റിസ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്തതിലെ ബി ചോദ്യമാണ്. ദ ഫീച്ചേഴ്സ് ഓഫ് റൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് ആർ ഗിവൺ ബിലോ. ഒരു പ്ലാന്റിൻ്റെ റൂട്ട്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ചൂസ് ദ റൈറ്റ് വൺ. ഇതിലെ കറക്റ്റ് ഏതാണെന്ന് തിരഞ്ഞു കണ്ടുപിടിക്കണം. സ്മോൾ റൂട്ട്സ് അബ്സോർവ് വാട്ടർ ഫ്രം സോയിൽ, തിക്ക് റൂട്ട്സ് അബ്സോർവ് വാട്ടർ ഫ്രം ദ ട്രീ. എന്താണ്? സ്മോൾ റൂട്ട് സോയിലിൽ നിന്നും വാട്ടർ അബ്സോർബ് ചെയ്യും. അതുപോലെ തിക്ക് റൂട്ട് എന്ന് പറയുന്നത് ട്രീയിൽ നിന്നുമാണ് വാട്ടർ അബ്സോർബ് ചെയ്യുന്നത്. അത് തെറ്റാണല്ലേ. ഇനി സ്മോൾ റൂട്ട്സ് ഹെൽപ്പ് ദ പ്ലാന്റ് clinging on the tree and thick roots help absorb moisture from the atmosphere. അപ്പോൾ എന്താണ്? സ്മോൾ റൂട്ട് എപ്പോഴും ഈ പ്ലാന്റിൽ നിന്നും ഇങ്ങനെ പിടിച്ച് കയറാൻ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ മോയ്സ്ചർ, അറ്റ്മോസ്ഫിയറിൽ നിന്നും മോയ്സ്ചർ അബ്സോർബ് ചെയ്യാറുമുണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഇനി അടുത്തത് നോക്കൂ. തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ സോയിൽ ആൻഡ് സ്മോൾ റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. അതും തെറ്റാണ്. സ്മോൾ റൂട്ട്സ് ആൻഡ് തിക്ക് റൂട്ട്സ് അബ്സോർബ് വാട്ടർ ഫ്രം ദ ട്രീ. അതും തെറ്റാണ്. അപ്പോൾ ഇത് ശരിയായിട്ടുള്ളത് ഏതാണ്? രണ്ടാമത്തത് മാത്രമാണ് അല്ലേ. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കൂ. ഓൺലി 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് വരുന്നത്. സി ചോദ്യം. വാട്ട് വിൽ ഹാപ്പൻ ടു ദ മാംഗോ ട്രീ ഇഫ് ലൊറാന്തസ് ഗ്രോസ് ഓൺ ഇറ്റ്? വൈ? ഈ ലൊറാന്തസ് ഒക്കെ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ലൊറാന്തസ് എന്ന് പറയുന്നത് ഒരു സെമി പാരസൈറ്റ് ആണ് അല്ലേ. അപ്പോൾ ഇറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ മാംഗോ ട്രീ. മാംഗോ ട്രീയിൽ നിന്ന് വാട്ടറും മിനറൽസും ഒക്കെ അത് അബ്സോർബ് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ ട്രീസ്. അതെന്താണ്? അത് ആ മരത്തിന് നല്ലതല്ല. ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ഏഴാമത്തേത് കീപ് എവേ ഡിസീസസ് എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് ഡിസീസസ് കൊടുത്തിട്ടുണ്ട്. എ പോർഷൻ ഓഫ് എ പോസ്റ്റർ അറ്റ് ദ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഈസ് ഗിവൺ ബിലോ. അപ്പോൾ പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽ പോസ്റ്റർ പേസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. എക്സാമിൻ ദ പോസ്റ്റർ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിൾ. അപ്പോൾ ശരിയായ രീതിയിൽ ഇത് എന്ത് ചെയ്യണം? നമ്മൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് കൊടുത്തില്ല ജോണ്ടിസ് ആണ്. ഇതെന്താണ്? ഇതൊരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. അപ്പോൾ എ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് എഴുതണം? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് എഴുതണം. കമ്മ്യൂണിക്കബിൾ. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? നോൺ കമ്മ്യൂണിക്കബിൾ ആണ് അല്ലേ. നോൺ കമ്മ്യൂണിക്കബിൾ. ഇനി കമ്മ്യൂണിക്കബിളിൽ വേറെ എന്തൊക്കെ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും? ഒന്ന് ചിക്കൻ ഗുനിയ എഴുതാം. ഓക്കെ, ചിക്കൻ ഗുനിയ. അതുപോലെ തന്നെ നമുക്ക് കോളറ എഴുതാൻ വേണ്ടി പറ്റും. കോളറ. ഇനി നോൺ കമ്മ്യൂണിക്കബിൾ ആണെങ്കിൽ ടൂത്ത് ഏക്ക്, അതുപോലെ തന്നെ ഹെഡ് ഏക്ക്, ക്യാൻസർ. ഇതൊക്കെ എന്താണ്? നോൺ കമ്മ്യൂണിക്കബിൾ ആണ്. ക്യാൻസർ. ഇനി അടുത്തത് റൈറ്റ് എനി 2 ways ബൈ വിച്ച് കണ്ടാജിയസ് ഡിസീസസ് ആർ ട്രാൻസ്മിറ്റഡ്. ഈ കണ്ടാജിയസ് ഡിസീസസ് ഒക്കെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 2 വേ എഴുതാനാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് ത്രൂ സോയിലൂടെ നമുക്ക് വരാം. അതുപോലെ തന്നെ എയറിലൂടെയും നമുക്ക് വരാം. ഇനി റൈറ്റ് ദ നെയിം ഓഫ് എനി 2 കണ്ടാജിയസ് ഡിസീസസ് എഫക്റ്റിംഗ് പ്ലാന്റ്സിന് വരുന്ന ഏതെങ്കിലും 2 എഴുതാനാണ്. ഒന്നെന്ന് പറയുന്നത് ബഡ് റൂട്ട് വരുന്നത് പ്രധാനമായിട്ടും കോക്കനറ്റിനാണ്. അതുപോലെ തന്നെ ബ്രൗൺ ലീഫും വരാറുണ്ട്. ബ്രൗൺ ലീഫ്. ഇനി ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.